ഞങ്ങള് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് ഇല്ലപ്പോൾ അവിടെ എല്ലാരും സന്ധ്യന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തു ചോദിച്ചു ഇങ്ങനെ എല്ലാരും എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അന്നേരം പറഞ്ഞ ഇങ്ങനെ ചെയ്തെന്ന്. ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് കൂട്ടുകാരിലൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടത്. എനിക്കും അതൊരു അത്ഭുതമായിരുന്നു. വീതി അനുഭവിക്കാൻ അല്ല എന്താണ്. നമ്മള് അഭിലാഷേട്ടന്റെ കൂടെയാണ്. വേറൊരു കാര്യം പറയാൻ വിട്ടു. ഹലോ, വെൽക്കം ടു എന്നോട് പറ. മനസ്സിലായേ? എന്നാ എന്നോട് പറ. ഞങ്ങളുടെ ഷോയിന് പേരാ. ഷോയുടെ പേരാണ്. ഇത് സജീവ്, എന്റെ മാമനും മച്ചാനുമാണ്. അത് ശരി. ഞങ്ങളും മാമൻ മക്കളാണ്. സജീവ് എൻ്റെ ആദ്യം, ഞാൻ പറഞ്ഞല്ലോ, ക്ഷേത്രത്തിൽ ആദ്യം മിമിക്രി പ്രോഗ്രാമിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പക്ഷെ അതിനു മുമ്പേ ഗുരുസാനിയല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് അതിലേക്ക് ജോയിൻ ചെയ്തത്. ഞങ്ങൾ രണ്ടൊരു അടുത്തടുത്താണ് വീട്. ഞങ്ങളുടെ ഒരു ക്ഷേത്രത്തിലേക്കാണ്. അപ്പം ജയൻ, ഭീമൻ രഘു പോലുള്ള നല്ല തടി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി, നല്ല സൈസായിരുന്നു. അതിനു മുമ്പേ സ്കൂൾ ജീവിതത്തിൽ ഇയാള് നാടകത്തിലൊക്കെ നടനായിരുന്നു. അന്ന് ഞാൻ പിന്നണിയില്ല, സപ്പോർട്ട് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പൊ ഞങ്ങള് എന്റെ ഒരു വർഷം സീനിയറാണ് സജീവ്. ഞങ്ങൾ പോയിട്ട് ഇയാളെ നേരെ രണ്ടാമത്തെ വയസ്സിലെ കൊണ്ടിരുത്തിയത് കൊണ്ട് എന്റെ സീനിയറായി. സ്കൂളില് അഭിലാഷേട്ടന്റെ പറയാത്ത കഥ വല്ലതും ഉണ്ടോ? എന്ത് നല്ല കഥകളല്ലേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു ആവറേജ് വിദ്യാർത്ഥിയാണ്. അല്ല, പിന്നെ സ്കൂളിൽ അവൻ 10ാം ക്ലാസ്സിൽ വന്നിട്ട് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ നല്ല രീതിക്ക് കോളേജ് ജീവിതത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ചെറിയ മടിയും കാര്യങ്ങളൊക്കെ വന്നത്. അലയൻസിന്റെ ഭയങ്കര ഒരു വ്യൂവറാണ്. പക്ഷെ ഞങ്ങള് ഇങ്ങനെയുള്ള ചർച്ചകളില്ല, ആവശ്യങ്ങൾക്ക് വിളിക്കും, ബന്ധു ചടങ്ങുകൾക്കൊക്കെ കാണാറുണ്ട്. പക്ഷെ വിളിച്ചാൽ ഞങ്ങൾ കുറേ ഒരു മണിക്കൂറോളം സംസാരിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവര് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് കൃഷ്ണകുമാർ, സ്റ്റുഡിയോ നടത്തുന്നത്. ഇവർ ചേർന്നിട്ട് ഇവരുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അതിലൊക്കെ വല്ലപ്പോഴും ക്യാപ്സൂൾ കോമഡി ഒക്കെ ചെയ്യുന്നത്. വീട്ടിൽ പോന്നു അട്ടുച്ചായി ചോറ് തിന്നാൻ സമയമായി. ശരിക്കാ വീട്ടിലോട്ട് വന്നാൽ ഒരു ഊണും തരാം. വീട്ടിലൂണ് വീട്ടിലെ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷം. താങ്ക് യു. അതിൽ ഔചാരികമായിട്ട് നീ വന്നു ചേർന്ന് ഭയങ്കര അതെന്റെ ഒരു ഭാഗ്യമാണ്. കാരണം ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. സത്യം. അല്ല, ഇപ്പം പ്രേക്ഷകർ വിചാരിക്കും വിളിച്ചു വരുത്തിയാൽ. സത്യം പറഞ്ഞാൽ ഔചാരികമായിട്ട് വന്നതാണ്. നമ്മള് അടുത്തൊരു ലൊക്കേഷൻ ഷിഫ്റ്റിലേക്ക് നമ്മൾ മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോഴാണ് വന്നത്. അപ്പൊ ഓക്കെ മുത്തേ, വീണ്ടും ശരിയാണ്. ഇതാണ് കൊട്ടാരക്കരയിൽ വരുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു തട്ടകം, വിശ്രമ കേന്ദ്രം എന്ന് പറയാം. AC-ക്കകത്തൊക്കെ ഇരുന്ന് വിശ്രമിക്കാം. പിന്നെ ഫ്രീ വൈഫൈ കിട്ടും. അതെ അതെ, ബിനു ബാലൻ അതിന്റെ ഷോപ്പ്. എല്ലാ അനിയന്മാരാണ്. ഒരു കുറച്ച് പേരുണ്ട്. ഓരോരുത്തർ പിന്നെ മീറ്റിങ്ങിനും പിന്നെ ലഞ്ച് ബ്രേക്കിനൊക്കെ പോയിരിക്കുകയാണ്. ശരി. വിശേഷങ്ങൾ പറ, എന്നെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. നല്ലത് മാത്രം. അടിപൊളിയാണ്. അതെ അതെ. ഇവിടെ ഞങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു 3 വർഷത്തോളം ഉള്ള ഞങ്ങൾ തമ്മിലുള്ള പരിചയം. പുള്ളിക്ക് എപ്പോ ഫ്രീ ടൈം കിട്ടുന്ന ഒരു വട്ടം ഇവിടെ വന്ന് കണ്ടിട്ടേ പോവാറുള്ളൂ. കൊട്ടാരക്കര ഇറങ്ങുമ്പോൾ ഞാൻ ഇവിടെ വന്ന് കുറെ സമയം ഇരിക്കും. ഞാനും മോനും ഫാമിലി ഞങ്ങളെല്ലാവരും അതേപോലെ. പിന്നെ ഞങ്ങളുടെ ഫോൺ എല്ലാം എക്സ്ചേഞ്ച് ചെയ്തതും പുതിയത് മേടിക്കുന്നതും എല്ലാം ഇവിടുന്നാണ്. അതേപോലെ സിനിമകളുടെ റിലീസാവുന്ന സിനിമകളുടെ അപ്ഡേഷൻ ഇവരോട് ചോദിച്ചിട്ടാണ് ഞാൻ കൂടുതൽ കാണാൻ പോകാറുള്ളതും എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതും എല്ലാം. ഒരു 6-7 പേര് അനിയന്മാരുണ്ട് ഇവിടെ. ഇപ്പൊ ഈ അലയൻസിലുണ്ട് വൻ തിരക്കാണ്. ഇപ്പൊ എഴുത്ത് വൻ പരിപാടികളാണ്. എന്തൊക്കെയാണ് അപ്ഡേഷൻസ് ഒക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. ഞാനും ഇടയ്ക്ക് വെച്ച് അങ്ങോട്ടൊക്കെ വരണമെന്ന് എന്നെ വന്നിട്ട് വിളിക്കാറുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോവാന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു. നമുക്ക് എനിക്ക് എന്റേതായ തിരക്കുകൾ ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഇല്ലെങ്കിൽ ഞാനും പോയാനേ. ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. അതേപോലെ ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ ഇവൻ്റെയോടൊപ്പം കാറിലാണ് കൂടുതൽ യാത്രകൾ ചെയ്യാറുള്ളത്.
പിന്നെ അവന്റെ സുഹൃത്തുക്കളെല്ലാം ബർത്ത്ഡേ വിഷസ് ആ തിരക്കിലും പുള്ളി ചെയ്തു തരുമെന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. ഈ സ്റ്റേജ് പരിപാടി അങ്ങനത്തെ പരിപാടി വല്ലതും ഉണ്ടോ? നിനക്ക് കലാപരമായി കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകൾ കയ്യിലിരിപ്പുണ്ടോ? എന്റെ അമ്മ അപ്പം അഭിലാഷ് കൊട്ടാരക്കരയുടെ നാട്ടുവിശേഷങ്ങളും സൗഹൃദ വിശേഷങ്ങളും ഒക്കെ എല്ലാം നമ്മൾ കണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീട്ടു പരിസരത്ത് വന്നിരിക്കുകയാണ്. ഇപ്പതാ നമ്മളോടൊപ്പം ഉള്ളത് ഫാമിലിയാണ്. അതെ. ചേച്ചി പേര് സന്ധ്യ. കുട്ടാപ്പായി, നിന്റെ പേര്? അമ്പാടി. ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത് സ്കൂളിൽ ധ്യാനം എന്നാണ് പേര്. തകടിക്കോ? അത് ശരി. ചേച്ചി, അഭിലാഷേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സൗഹൃദങ്ങളൊന്നും അല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വിളക്കും ദേവിയുമില്ല, എൻ്റെ ഭാര്യയാണെന്നാണ് കുറച്ച് മുന്നേ അവിടെ പുറത്ത് വെച്ച് പറഞ്ഞത്. അപ്പം ആ ഒരു യാത്ര എങ്ങനെയാണ് ഒരു പാരഗ്രാഫിൽ പറഞ്ഞാൽ? ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ പ്രോഗ്രാംസിൻ്റെ തിരക്കുകളിലൊക്കെ നിൽക്കുന്ന സമയത്തായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രോഗ്രാംസോട്ട് ഇങ്ങനെ പോയി. പിന്നീടാണ് കൊറോണയാണ് ശരിക്കും എന്നെ ജീവിതം പഠിപ്പിച്ചെന്ന് തന്നെ ഞാൻ പറയും. കൊറോണയ്ക്കകത്ത് ശരിക്കും ഞാൻ മുങ്ങിത്താന്നു പോയി നന്നായിട്ട്. അവിടുന്ന് പിന്നെ തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെയും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹവും അതിലുപരി വീട്ടുകാരുടെ സപ്പോർട്ട്, ഒരുപാട് ബുദ്ധിമുട്ട് കൊണ്ടിലൂടെ കടന്നുപോയി. ആ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ, അതായത് അൻസിലിൻ്റെ മുമ്പിലൊരു അഭിമുഖത്തിന് ഓപ്പോസിറ്റ് നിൽക്കാനുള്ള ഭാഗ്യം. പിന്നെ അതിലൊരു ഇദ്ദേഹം തന്ന പ്രോത്സാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്കും ഇല്ലാതെ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും, നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ടതെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ പാഷൻ എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഞാൻ ആ മേഖല തന്നെ തുടർന്ന് വന്നെങ്കിലും എനിക്കതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും പഴയ മാർക്കറ്റിംഗ് ലൈഫിലേക്ക് പോയി. ഒരു ഓൺലൈൻ അപ്പോൾ കൊറോണയൊക്കെ സമയത്ത് അന്ന് എല്ലാം ഓൺലൈൻ ഇൻ്റർവ്യൂകളാണ്. ഒരു കമ്പനിയിൽ പത്തനംതിട്ട എക്സിക്യൂട്ടീവ് ആയിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് കോമഡി സ്റ്റാർ സീസൺ 3 അനൗൺസ് ചെയ്യുന്നത്, അതിലേക്ക് വിളിക്കുന്നത്. അതിൽ ഞാൻ വീണ്ടും അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് വിളി വന്നല്ലോ, അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിൽ കയറുമെന്ന് പറഞ്ഞു. ഞാൻ അതിൽ കയറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഷോയുടെ പിന്നെ ടെലികാസ്റ്റിംഗ് ഡേറ്റ് കുറച്ചപ്പോൾ ഷെഡ്യൂളുകൾ തമ്മിൽ ഭയങ്കര അകലമായി. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് വീണ്ടും പ്രശ്നമായി. ഞാൻ വീണ്ടും അത് ഫീൽഡ് വിടാം, വീണ്ടും എൻ്റെ പഴയ അറിയാവുന്ന തൊഴിൽ മേഖലയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഉള്ളവർ വെച്ച് വീണ്ടും ക്ലബ് ചെയ്ത് ടീം സെറ്റാക്കുകയും അതിൽ പിന്നെ തുടർന്ന് മുന്നോട്ട് പോയി. അതിൽ കോമഡി സ്റ്റാർ സീസൺ 3 വിന്നറാവാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി കല വിട്ട ഞാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നെ ബുദ്ധിമുട്ടിച്ചില്ല, അതാണ് ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്നത്. ചേച്ചിയെ സംബന്ധിച്ചോളം ആ സമയത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം എന്തായിരുന്നു? ദൈവം അങ്ങ് നടത്തും, രക്ഷപ്പെടും വിശ്വാസം. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു പറഞ്ഞാൽ ഇങ്ങനെ പോകത്തില്ലെന്ന് മനസ്സിലാക്കിയതാണ്. അത് പല തവണ ഇതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോഴും തിരിച്ച് എന്നെ വിളിച്ചു അകത്തേക്ക് കൊണ്ടുവരാനുള്ള. അത് പക്ഷേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അദ്ദേഹം നേഴ്സാണ്. അപ്പം എനിക്ക് വരുമാനം കുറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാനെങ്കിലും എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടില്ല. അപ്പോഴും എന്നോടൊരു ജോലിക്ക് ഒരിക്കൽ പോലും പറഞ്ഞില്ല. അതൊരു വലിയൊരു ഭയങ്കര സപ്പോർട്ട് തന്നെയാണ് ആ ഒരു സമയം. കാരണം ഞാൻ തകർന്ന് ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ. ചേച്ചിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്കൊരു സപ്പോർട്ടും കൂടെ കൊടുക്കാൻ എനിക്ക് ജോലിക്ക് പോയാൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം മോന് ഞങ്ങൾ 3 പേരുമാണ് ഈ വീട്ടിൽ. അപ്പോൾ ഇയാൾ രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോകും, 3 മണിക്ക് വരും. പിന്നെ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം വൈകിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മെസ്സേജ് വരുന്നത് നാളെ ക്ലാസ്സില്ല എന്നുള്ളത്. അപ്പോൾ ഒരു തൊഴിൽ മേഖല നിൽക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവില്ല. പിന്നെ ഹോസ്പിറ്റൽ ഫീൽഡ് ആയതുകൊണ്ട് ചിലപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരും. പിന്നെ അല്ലാതെ നല്ല ജോലിയുണ്ട് ഇവിടെ, ശമ്പളമില്ലാതെ നല്ല ജോലിയുണ്ട്. എൻ്റെ തുണികൾ കഴുകാനുണ്ട്, അയൺ ചെയ്യാനുണ്ട്, പിന്നെ ഇവനോട്ടുള്ള കുറിച്ച് ട്യൂഷൻ വിടണം. അപ്പം പിന്നെ ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരെ, അങ്ങനെ പോകും. ചേച്ചി എവിടെയെങ്കിലും പോയപ്പോൾ അളിയൻസിൽ അയാളുടെ ഭാര്യയല്ലേ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ ഇല്ല, ഞാൻ ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. കാര്യം ഞങ്ങൾ ഒരുമിച്ച് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ് ഒന്ന് അഭിമാനത്തോടു കൂടി ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? ബന്ധുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്നോടൊപ്പം
വന്നതിന് ശേഷം ഓഫീസുകളിലൊക്കെ ചെന്നപ്പോൾ ഇന്ന ആളുടെ വൈഫ് അല്ലായിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനില്ലാതെ അങ്ങനെ കരിയാൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. ലൊക്കേഷൻ കൊണ്ടുവരില്ലേ? ലൊക്കേഷൻ വന്നിട്ടുണ്ട്, അലയൻസ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. അലയൻസിൽ എല്ലാവരുമായിട്ട് നല്ല പരിചയമാണ്, എല്ലാവരെയും ഫോൺ ചെയ്യും. സൂസൂലെ എല്ലാവരും പരിചയമുണ്ട്, പക്ഷേ സൂസുവിൻ്റെ ലൊക്കേഷനിൽ വന്നിട്ടില്ല. പക്ഷേ സൂസൂലെ താരങ്ങളൊക്കെ ഇവിടെ അനുമോള് അവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, അലയൻസിലെ ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ഈ ഒരു തടിയുടെ രഹസ്യം അസാധ്യമായിട്ട് കുക്ക് ചെയ്യും. അത് ഞങ്ങൾ ഒരല്പം ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. നല്ല കപ്പയും ചിക്കൻ കറിയും പുളിശ്ശേരിയും ഗംഭീര ഭക്ഷണമായിരുന്നു. അപ്പം ഇത് എല്ലാ വിഭവങ്ങളും ഞാൻ അലയൻസ് ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാവരും കഴിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ച് നേരിട്ട് തന്നെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ 2 സ്ക്രിപ്റ്റൊക്കെ ഇവിടെ ഗജനാവിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാറ്റം കൂടെ വരുമ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഹാപ്പിയാണ്? ഒരുപാട് ഹാപ്പിയാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ രാത്രിയിലൊക്കെ എഴുതാതിരിക്കുമ്പോൾ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അപ്പോഴത്തേനും മോൻ ഉറക്കമായിരിക്കും, കൂടെ ഉണ്ടാവും. അതുപോലെ രാവിലെ എഴുന്നേറ്റ് ചിലപ്പം ചെയ്ത് കൊടുക്കേണ്ടത് ഒക്കെ, കാര്യം ടെലികാസ്റ്റ് ചെയ്യേണ്ട എപ്പിസോഡ് ചിലപ്പോൾ വൈകിട്ടൊക്കെ ആയിരിക്കും വിളിച്ചു പറഞ്ഞാൽ നാളെ ഒരു എപ്പിസോഡ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റും ഡേറ്റ് ഇരിക്കുമ്പോൾ കൂടെ ഇരിക്കും, കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ചില വൺ ലൈൻ ഞാൻ ഷെയർ ചെയ്യണം, ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ പറയാൻ കൊള്ളാമെന്ന് പറയും. എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യോ? അതങ്ങനെ എഴുതിയിരുന്നല്ലായിരുന്നു, ഇങ്ങനെ എഴുതിയിരുന്നല്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പാടിയുടെ വിശേഷങ്ങൾ എങ്ങനെയാ? അമ്പാടിയുടെ സ്കൂൾ ഏതാ? ഓക്കെ. എത്രയല്ല പഠിക്കുന്നത്? സ്കൂളിൽ പരിപാടിക്കൊക്കെ ചേരുന്നുണ്ടോ? എന്തൊക്കെയാ മെയിൻ പരിപാടികൾ? എന്തൊക്കെയാ? ഡാൻസ് ആണോ? നെക്സ്റ്റ് വീക്കിൽ ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേക്ക് എന്തോ ചെയ്യുന്നത്? ഡാൻസ്. ഏത് പാട്ടാ? കൂടിക്കൂട്ടി ഉപ്പ. അപ്പൊ അച്ഛൻ പറഞ്ഞു അമ്പാടി ഭയങ്കര പാട്ടാന്നൊക്കെ പറഞ്ഞല്ലോ, ആണോ? അത് രണ്ടുപേരും പാടും. പാടുവോ? പഠിക്കും. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീപ്പരപ്പിൽ നിഴലിടും, അമ്പിളിക്കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. അടിപൊളി 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 അടിപൊളി. പാട്ട് പഠിപ്പിക്കുന്നുണ്ടോ? പാട്ട് പഠിപ്പിക്കുന്നില്ല, നല്ല സ്വരമാണ്. മൊബൈലും ടിവിയിലൊക്കെ കണ്ടു തന്നെയാണ്. എന്നിട്ട് നല്ല പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം ഇദ്ദേഹത്തിന്റെ മുമ്പിലാണ് പെർഫോം ചെയ്യുന്നത്. എന്റെ മുമ്പിൽ ഇത്തിരി ഷൈ ആണ്. ഇപ്പൊ അടുത്തിടയ്ക്ക് ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു ചെറിയ വേഷം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ കാണാൻ ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ ഞാനങ്ങ് വിട്ടുമാറി. പിന്നെ അസോസിയേറ്റിന്റെ കൂടെ ചേർന്ന്, സൂര്യയുടെ കൂടെ ചേർന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ ചെയ്തു. ഉണ്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹത്തിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ജൂനിയർ അഭിലാഷ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അലിയൻസിന്റെ ഇപ്പോൾ 1000 എപ്പിസോഡ് 1000 എപ്പിസോഡില് ചേട്ടൻ ഏകദേശം ഒരു സിംഹഭാഗം 400 കഴിഞ്ഞപ്പോഴത്തേന് എത്തി. പക്ഷെ അതൊരു ഭയങ്കര ഭാഗ്യം. ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതേപോലെ ഒരു ക്യാരക്ടറിന്റെ പേരിൽ എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. അത് ഈ ഒരു പ്രോഗ്രാമിലൂടെ എനിക്ക് ഭയങ്കരമായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാജേഷ് തലച്ചിറ എന്ന് പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഡയറക്ടറുടെ, അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലോകത്തെ ഏറ്റവും കൂടുതൽ സിറ്റ്കോം എപ്പിസോഡുകൾ ചെയ്ത ഒരേ ഒരു ഡയറക്ടറാണ് രാജേഷ് തലച്ചിറ. രാജേഷയുടെ എല്ലാ ഭാഗങ്ങളും 1000 എപ്പിസോഡ് തയ്ക്കുന്ന അതിൻ്റെ ഒരു ഭാഗമാകുമ്പം ഭയങ്കര സന്തോഷമാണ്. ഈ പ്രോഗ്രാമിന്റെ ഭാഗമായത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. കാര്യം ഒരുപാട് വിദേശ മലയാളികൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിന്റെ ഭാഗമായത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലയൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുടുംബമാണ്. അതിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ വന്ന് പോവും. പക്ഷെ വന്നിട്ട് എനിക്ക് അവിടെ ഒരു വീട്ടിൽ ഒരു മുറി എനിക്ക് കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുപോലെ ഞാൻ പല എപ്പിസോഡിന് കമൻ്റ് എടുത്ത് നോക്കുമ്പോഴും തുടക്കത്തിൽ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച കുറേ കമൻറ്റുകളുണ്ട്. അതായത് അഭിലാഷേട്ടൻ അലിയൻസിൽ വന്ന് കയറുമ്പം ഇഷ്ടപ്പെടാതിരുന്ന ഒരുപാട് ആളുകൾ അന്ന് തെറി വിളിച്ച ആളാണ് ഞാൻ കേട്ടോ, ഇന്ന് നിങ്ങളുടെ ഭയങ്കര സപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ കുറേ കമൻ്റ് ഉണ്ട്. എൻ്റെ ഞങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്, ഇപ്പോഴും നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം അതിലേക്കൊരു മാറ്റം ഉണ്ടല്ലോ. അതായത് തുടക്കത്തിൽ നമുക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടാതെ അതെന്തായിരുന്നു ട്രിക്ക്? അത് തീർച്ചയായിട്ടും അലിയൻസിന്റെ ക്രൂ, അലിയൻസിന്റെ ഡയറക്ടർ, എനിക്ക് വേണ്ടി കഥ എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ അവർ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറന്ന് കളിക്കാനൊരു സ്വാതന്ത്ര്യം അവിടെ തന്നു. എനിക്കൊപ്പം അവരുടെ ഗിവ് ആൻഡ് ടേക്കിനൊപ്പം എനിക്ക് കൂടാൻ പറ്റി. അവർ നല്ല രീതിയിൽ ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരായാലും, മഞ്ജു പത്രോസ് ആയാലും
റിയാസക്ക, നിഷേട്ടൻ, മണീഷ് ഷൊർണൂർ, പിന്നെ സൗമ്യ, സേതുലക്ഷ്മി അമ്മ, കുട്ടികൾ എല്ലാവരും എനിക്ക് അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് എന്നെ പെട്ടെന്ന് ഉൾക്കൊണ്ടു. എനിക്ക് വേണ്ടി കഥകളുണ്ടായി, അതിലൊന്നും അവർക്കൊരു പരാതികളുണ്ടായില്ല. പിന്നെ എൻ്റെ അടുത്ത് എത്രത്തോളം ഇളകി ചെയ്യാമോ അങ്ങനെ ചെയ്യാനാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ റൊണാൾഡിനെ എത്ര ആൾക്കാർ ഇഷ്ടപ്പെട്ടത്, ആ ഒരു എന്നെ നിലനിൽപ്പും. ആ ഒരു കുടുംബസ്ഥനാകാനോ അല്ലെങ്കിൽ ആ ഒരു അംഗമാവാനോ കുറച്ച് ഒരുങ്ങാൻ സമയം എടുത്തോ? ഒരുങ്ങാൻ സമയം എടുത്തെന്ന് പറഞ്ഞാൽ ഈ സ്കിറ്റുകളിലൂടെ ഞാൻ കുറേ പല മോഡിഫിക്കേഷനുള്ള ക്യാരക്ടറുകളും ചെയ്തിട്ടുണ്ട്. അപ്പം രാജേഷ് ഇതേപോലെ ഞാൻ സുഹാസിനിയിൽ ചെയ്യുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുപോലെ പിന്നെ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പം മുൻപ് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മച്ചിയുടെ ഒരു മകനെന്നും പറഞ്ഞിട്ട്, ജെറാൾഡിൻ്റെ അനിയൻ റൊണാൾഡ്. അപ്പോൾ ഒരു തല്ലിപ്പൊളി ഉടായ്പ്. പിന്നെ എൻ്റെ ശരീരത്തിൽ ആയതിനു ശേഷമാണ് തീറ്റപ്പണ്ടാരോടെ ആയത്. അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അതെ, ആ ക്യാരക്ടറുണ്ട്. അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതേപോലെ മുടിയൊക്കെ സൈഡിലേക്ക് ചീപ്പി ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ ഒരു 1.5 മബു അടിച്ച് അങ്ങനെയാണ് ശരിക്കും റൊണാൾഡോ. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേനും ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് എപ്പിസോഡുകൾ മാത്രമാണ് എന്നോട് പറഞ്ഞത്, കുറച്ച് ദിവസം പോവും എന്ന് പറഞ്ഞു. പക്ഷേ അത് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യം, അദ്ദേഹം തന്നൊരു അവസരം, അവർ കാണിക്കുന്ന സ്നേഹം, പിന്നെ അലിയൻസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യമേ വെറുപ്പോടെയാണെങ്കിൽ പിന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതാണ് ഇപ്പോൾ 1000 എപ്പിസോഡിൻ്റെ ഭാഗമായി ഇപ്പോഴിങ്ങനെ നിൽക്കാൻ പറ്റിയത്. അത് പറയെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്നത് ഇതിനപ്പുറം വേറെ ഒന്നും ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള കമൻറ്റുകൾ വായിക്കാറുണ്ടോ? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് നല്ല രീതിയിൽ റീച്ചായി, അപ്പോൾ അതിൻ്റെയൊക്കെ താഴെ പോയി കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചാണ് അലിയൻസ് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ മൊബൈലിലാണ് കാണുന്നത്. കാണുമ്പോഴത്തേന് ഞാൻ ഷൂട്ട് ഡെയിലി പോയിട്ട് വന്നതിന് ശേഷമാണ് എല്ലാ എപ്പിസോഡുകളും കാണുന്നത്. അപ്പം ഞാൻ എഴുതിയ എപ്പിസോഡ് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ കമൻറ്റ് വായിക്കും. ഞാൻ കമൻറ്റ് വായിക്കാറുണ്ട്, നല്ലതും എല്ലാം മോശമായിട്ടുള്ള എല്ലാം. കാരണം നമുക്ക് തിരിച്ചറിവാകണ്ടേ. അപ്പം കമൻറ്റ് വായിക്കുമ്പോഴത്തേന് മൊത്തം വായിച്ചു. അതിനകത്ത് ഇതേപോലെ ഇതെന്ത് കാണിക്കും, ഇയാടെ ആർത്തിക്ക് ഒരു കുറവില്ല എന്നൊക്കെ പോയി പുള്ളി മാറ്റെന്ന് പറയും. അങ്ങനെ പറയും. പക്ഷെ നല്ല സപ്പോർട്ടാണ്. പിന്നെ പലരും മെസ്സഞ്ചറിലൂടെയൊക്കെ വന്നിട്ട് ഇൻസ്റ്റയിലൂടെയൊക്കെ നമ്പർ മേടിച്ച് വിളിക്കാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. ഞാനത് എന്നെ എത്രത്തോളം ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായത് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഏത് മരണങ്ങളും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാറാണല്ലോ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ പോസ്റ്റ് ചെയ്തു. അലിയൻസിൻ്റെ ലോകത്തുള്ള സകലമാന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സഞ്ചറിലൂടെയൊക്കെ മെസ്സേജ്, ഇൻസ്റ്റയിലൂടെ ഒക്കെ കുറച്ചൊരു നമ്പർ കളക്ട് ചെയ്ത് വിളിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി അവരെന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം എന്താണെന്ന്. അത് സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും പ്രിയപ്പെട്ടവരോട് എൻ്റെ താങ്ക്സ് പറയാം. ചേച്ചി, ഈ പ്രണയകാലം ഉണ്ടല്ലോ, അതായത് ചേട്ടൻ പ്രപ്പോസ് ചെയ്ത്, അപ്പോൾ അതിന് ഈ മുമ്പ് ടി വിയിൽ കണ്ടിട്ടുണ്ടോ? അന്ന് കാണാറുണ്ട് ടി വിയിൽ. ഞാൻ ഹോസ്പിറ്റലിൽ മനസ്സിലായി. അതായത് എൻ്റെ അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനമുണ്ട്. ഇങ്ങനെ നിൽക്കും, അമ്മയ്ക്ക് മുട്ടിന് തേയ്മാനമുണ്ട്. അപ്പം അദ്ദേഹം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സ്ഥിരമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുന്നത്. അങ്ങനെ നല്ല പരിചയങ്ങളായി. അപ്പോഴാണ് ഞാൻ പിന്നെ അമ്മ ഷൂട്ടില്ലാത്ത സമയത്ത് അമ്മയെ കൊണ്ട് ഞാൻ പോകും. അങ്ങനെ പോയി ഇങ്ങനെ ഒരു ദിവസം കൊള്ളാലോ വീഡിയോ, ഇങ്ങനെ ഒരാളിങ്ങനെ പാറി കിടക്കുന്നു. അങ്ങനെ കുറേ ട്രൈ ചെയ്തു, അറിയാമല്ലോ. ആ ഏരിയകളെല്ലാം തിരിച്ച് അതേപോലെ ഊക്കോടെ തിരിച്ചു വന്നു. പിന്നീട് എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ കുറേ നടന്നത് എന്നെ ആക്രമിക്കാൻ ഹോസ്പിറ്റലിൽ ആൾക്കാരെയൊക്കെ വേറെ 2 പേര്. അതായത് എൻ്റെ അമ്മയുടെ ഒരു ശാന്തമ്മയുടെ മോനൊരുത്തും ഒരു വായി നോക്കി. അപ്പം ആക്രമിക്കാൻ ആളിനെയൊക്കെ തയ്യാറാക്കി നേഴ്സുമാർ എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ. അതെ. അങ്ങനെ പിന്നെ ഫൈറ്റ് ഓട്ടോമാറ്റിക് ഫൈറ്റ് കുറേയൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ അവിടുത്തെ ഒരു ചേച്ചി മുഖേന ആലോചനയോടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ അച്ഛനോട് വന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനോട് ആലോചിച്ചു. ഞങ്ങൾ ഹിന്ദുസ് ആണെങ്കിൽ 2 വിഭാഗം. അപ്പോൾ അച്ഛനോട് ആലോചിച്ചപ്പം അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലൊക്കെ വരുന്ന പറഞ്ഞിട്ടുണ്ട്, അറിയാം. അങ്ങനെ വേറെ ജോലിയൊന്നും എല്ലാം അറിഞ്ഞപ്പം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും താല്പര്യം കാണിച്ചില്ല. പിന്നെ അപ്പം പുള്ളി ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് എല്ലാ കാമുകികാമാരെ ട്രാക്ക് പിടിക്കും, ഒളിച്ചോടെ. അപ്പോൾ പറഞ്ഞൊരിക്കലും കാര്യം അമ്മ ചെറുതിലേ മറിച്ച് അച്ഛനാണ് വളർത്തി ഇത്രയാക്കിയത്. ഈ ആലോചനയായിട്ട് വന്നത് കൊണ്ടാണോ മനസ്സ് ഒന്ന്? അല്ല, അതിനു മുമ്പ് സെറ്റായിട്ടാണ് ആലോചന ട്രാക്ക് പിടിച്ചത്. അതെ, ഇടി കൊണ്ടതിന് ശേഷമാണ് സെറ്റായത്. അതെ. അതല്ലേ റിവഞ്ച്, അവിടെ അല്ലേ നമ്മൾ പാസ്സായത്. അപ്പൊ ചേച്ചി മനസ്സുകൊണ്ട് ഈ കേട്ടത്തോളം വിചാരിക്കാം 2 കൊള്ളട്ടെ എന്നിട്ട് ഞാൻ സമ്മതിക്കാം. അത് ഏറ്റവും വലിയ രസം. ഈ വഴക്ക് നടക്കുന്ന സമയത്ത്
ഞാൻ കോമഡി സ്റ്റാറിൽ ഒരു സ്കിറ്റ് ചെയ്തു, അത് ഞാൻ ഡോക്ടറാ. എന്നിട്ട് എനിക്കൊരു പേര് നേഴ്സിനിട്ട്, ആ നേഴ്സിന് സന്ധ്യ എന്ന് പേരിട്ട്. സന്ധ്യ എന്ന് പേരിട്ടിട്ട് സ്കിറ്റ് ചെയ്തു. സ്കിറ്റ് ചെയ്ത് പിറ്റേന്ന് അപ്പോഴേ ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് ഇരുന്നപ്പോൾ അവിടെ എല്ലാവരും സന്ധ്യ സന്ധ്യ എന്നൊക്കെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്തു ചോദിച്ചു, ഇങ്ങനെ എല്ലാരും എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അന്നേരം പറഞ്ഞ ഇങ്ങനെ ചെയ്തെന്ന്. പ്രകടിപ്പിക്കരുത്, ക്യാമറ 3 ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങനെ ഇവിടെ അച്ഛൻ എതിരിന്നപ്പോഴത്തേനാണ് പിന്നെ അദ്ദേഹത്തിന്റെ അവസാനം ചേച്ചിമാരും ഇവിടെയുള്ള മാമിമാരും ഇവരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങളുടെ 8ാമത് വെഡിങ് ആനിവേഴ്സറി, മോൻ്റെ 7ാമത്തെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾ ചെറിയ കുടുംബം വളരെ സന്തോഷത്തോടെ ഇവിടെ ഇങ്ങനെ. ഈ ടെലിവിഷൻ ഐഡന്റിറ്റി നിങ്ങൾ ഒരുമിക്കാൻ ഒരു സഹായകമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതല്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ ഒരു ഫിഗർ വെച്ചിട്ട് ഈ പറയുന്നത് പലരും ചോദിക്കാം, അത്ര വണ്ണമില്ല, എന്നാലും രൂപ എങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ അത് മീശയൊന്നുമില്ല. അന്നൊക്കെ ഒരുമാതിരി ബണ്ണ് പുഴുങ്ങി വെച്ചേക്കുന്നില്ല, മീശയില്ല ദീശയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാറിൽ ഫീമെയിൽ ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് വെക്കാറില്ല, ഇത്ര ഇല്ലതാണ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഇവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാരിലൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടത്. എനിക്കും അതൊരു അത്ഭുതമായിരുന്നു. അപ്പം അത് വിധി അനുഭവിക്കാനല്ലേ. അല്ല എന്നാലും ഈ ഒരു കഴിഞ്ഞൊരു 3 വർഷത്തെ അഭിലാഷേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു 3 വർഷമായിട്ടുണ്ടായ ഒരു ഗ്രോത്ത്, അത് തുടർന്ന് വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് പോകാനുള്ള എല്ലാ പ്രാർത്ഥനകളും. 2024, 23, 24 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വർഷം തന്നെയാണെന്ന് ഞാൻ പറയാം. കാര്യം ഞാൻ ആ കഴിഞ്ഞ കഷ്ടതകളിൽ നിന്ന് കയറി വന്നത്, ഞാൻ വെറുതെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശവപ്പെട്ടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നെന്ന് പറയാം. അത്ര വരെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയിടത്തുനിന്ന് 23, 24 എന്നെ ഗംഭീരമായിരുന്നു. 23 ഞാൻ കോമഡി സ്റ്റാറിൻ്റെ വീണ്ടും ഫസ്റ്റ് മേടിച്ചു. 24 വർക്കുകൾ കൂടുതൽ സജീവമായി. പിന്നെ 24 എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റായ എൻ്റെ വിനീഷ്, എൻ്റെ സുഹൃത്ത്, അതൊരു വലിയ സങ്കടം തന്നെയാണ്. പിന്നെ 25 ഇപ്പം ഈ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തി. ഇപ്പോൾ തന്നെ 24 എനിക്ക് ശുക്രൻ സിനിമയിലേക്ക് വിളിച്ചു. ഈ 25 അതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു. അപ്പം ഇതുവരെയുള്ള നല്ല വിശേഷങ്ങളാണ്. ഇങ്ങനെ തന്നെ എന്നെ അങ്ങ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ചേട്ടാ ആദ്യം പറഞ്ഞു ടെലിവിഷനിൽ വന്നു, സ്കിറ്റ് ചെയ്തു, സീരിയലിൽ വന്നു. അപ്പോഴെല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു സിനിമ എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള ഒരു ആദ്യ പടി, അല്ലെങ്കിൽ 2ാമത്തെ പടി, 4ാമത്തെ പടിയായി. അപ്പം അതൊരു 5ാമത്തെ വലിയ പടിയായിട്ട് മാറട്ടെ. അതുപോലെ മകനെ മിനി സ്ക്രീനിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെങ്കിലും മിനി സ്ക്രീനിലേക്കല്ല, ഞങ്ങൾ ഇനി ഒരു ചെറിയ ഒരു ക്യാപ്സൂൾ കോമഡിയുടെ കാര്യം ഞങ്ങൾ 3 കൂടെ ആലോചിക്കുന്നു. നിങ്ങൾ ഇനി യൂട്യൂബ് ഇവർക്ക് മാത്രമേ മലയാളത്തിൽ ഇനി യൂട്യൂബ് ഇല്ലാതുള്ളൂ. അതിനെ കുറിച്ച് ആലോചനയിലുണ്ട്. അദ്ദേഹം പാചകം ചെയ്യും. അപ്പോൾ അതിന്റെ ഇതൊക്കെ ഇട്ട് അങ്ങനെ ഒരു ആലോചനയിലേ 1 വർഷമായിട്ടുള്ള ആലോചനയാണ്, പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഈ അളിയൻസിന്റെ 1000 എപ്പിസോഡിന്റെ മധുരം പറയുമ്പോഴേക്കും നമുക്ക് ഡയറക്ടറോട് നമ്മൾ ലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? വിളിച്ചു. അപ്പോൾ നമ്മളൊന്ന് ഓൺലൈനിൽ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പോവാണ്. എടുത്തില്ലെങ്കിൽ ഞാൻ ചമ്മും. എടുത്തിയാൽ ഞാനും ചമ്മും. യെസ്, കോൾ എടുത്തു. ഇത്ര ഇറങ്ങിയെന്ന് വിചാരിച്ച് എടുക്കത്തില്ലായിരിക്കുന്നു. നമ്മൾ അഭിലാഷേട്ടൻ്റെ കൂടെയാണ്. 3 പേരുണ്ട്. വേറൊരു കാര്യം പറയാൻ വിട്ടു, ഇദ്ദേഹവും ഇവരും ക്ലാസ്മേറ്റ് ആണ്. അത് ശരി, അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. മിനി സ്ക്രീൻ പ്രവേശനത്തിന് ഉപകാരപ്പെട്ടോ? അതിനു മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. അലയൻസ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ ഇന്ന നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് എന്താള് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണെന്ന് പറഞ്ഞത്. അത് ശരി. അപ്പം രാജേട്ടാ, നമ്മളിപ്പോൾ ഒരു ഹാറ്റ്സ് ഓഫ് ആൻഡ് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിരുന്നു. 1000ാമത്തെ എപ്പിസോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും അതുപോലെ ഗിന്നസ് റെക്കോർഡ് ഒരെണ്ണം കൂടെ ഒപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളിവിടെ കൂട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ എല്ലാവർക്കും, അലയൻസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട്. 1000 എപ്പിസോഡ് ആയിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങളൊക്കെ കാണണം, എങ്കിലേ അത് ഇനിയും മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഞാനിപ്പോൾ സൂസുവിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ ഈ ലൊക്കേഷനിൽ കൗമുദി തന്നെ വേറെ ആളും കൂടെ ഉണ്ട്. അഭിലാഷിന്റെ വീട്ടിലായിരുന്നു ഷൂട്ട്. നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം നമ്മളെ കൗമുദി കുടുംബത്തിലെ വളരെ എന്താണ് പറയേണ്ടത്, 1000 എപ്പിസോഡ് നമ്മൾ അലിയൻസ് കഴിയുന്നു, അല്ലെങ്കിൽ 1000 എപ്പിസോഡ് പിന്നിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. അത് ഈ വാക്കുകളിൽ ഒതുങ്ങുന്ന കാര്യമല്ല.
അതിനേക്കാളുപരി ഒരു കാര്യം കൂടെ പറയാം. നമ്മളെ അതില് റൊണാൾഡോ വന്ന് ഏകദേശം ഒരു പകുതിയോളം ആയപ്പോഴാണ് നമ്മളെ അബി വരുന്നത്. അപ്പൊ അവരെ കൂടെ അതേ റേഞ്ചിൽ തന്നെ ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയല്ലേ. അതൊരു ഭയങ്കര ഭാഗ്യമല്ലേ അബി. അത് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സൗജന. ആഷ്വായി താങ്ക് യു. തിരക്കേറിയ സമയത്തിനിടയ്ക്ക് എൻ്റെ ഈ ഒരു വിരുന്നിലേക്ക് വന്നതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തോ? കൊടുത്തു. ഗംഭീര ഭക്ഷണമായിരുന്നു. അതിന്റെ ഭക്ഷണത്തിന്റെ ആളാണ് അഭിലാഷ്. ഓക്കെ രാജേട്ടാ, ഓക്കെ, ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. അപ്പം രാജേട്ടനെ കൊണ്ടുവന്നു, സന്തോഷം. രാജേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ ഇനി ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. അത് മാത്രമല്ല, ഇതേപോലെ ഒരു കൂളായ ഒരു ഡയറക്ടറിൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ലെന്നാണ്. ഒരു രീതിയിൽ പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കത്തേയില്ല. നമ്മളൊരു അരി വറക്കി കഴിഞ്ഞാലും ഒന്ന് വേണം ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ച് കഴിഞ്ഞെടുക്കാം അങ്ങനെ പറയുന്ന ഒരാളാണ്. കാരണം ഈ സീരിയൽ എന്ന് പറയുന്നത് കലയിലൊരു മറ്റൊരു വശം ബിസിനസ് കൂടിയുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു പ്രഷർ നമ്മളിലേക്ക് കൊണ്ടുവരാറേ ഇല്ല. പിന്നെ നമുക്ക് എന്തോ ഒരു അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. കഥയുടെ കാര്യങ്ങളായാലും എന്തായാലും നമുക്ക് തുറന്ന് പറയാം. അത് പുള്ളി പറയുന്നത് നിങ്ങൾ പറയാനുള്ളത് എന്നോട് നേരിട്ട് പറഞ്ഞത്, വേറൊരാൾ പറഞ്ഞാൽ അറിയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതൊരു ക്യാരക്ടറാണ്. അല്ലേ? അതെ, അതൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ഉള്ള ഒരാളുടെ ഒരു ആക്ച്വലി നമുക്ക് ക്രിയേറ്റീവായിട്ട് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫ്രീഡം വേണം. നമുക്കൊരു ടെൻഷൻലെസ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഒന്ന് വിഹരിക്കാൻ പറ്റണം. എങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം പുറത്തുണ്ടാവും. അപ്പം നമുക്ക് ഇനി അതിഥികളായിട്ട് വരാൻ പോകുന്നത് അഭിലാഷേട്ടൻ്റെ ബ്രദർ. ഇത് ഏറ്റവും മൂത്ത ജ്യേഷ്ഠാണ്. രണ്ടാമത്തെ ഒരു ജ്യേഷ്ഠുണ്ട്, അദ്ദേഹം ജോലിയുടെ തിരക്കിലാണ്. പിന്നെ അമ്മ ഇതുപോലെ ചെറിയമ്മയുടെ വീട്ടിലാണ്. അവർ കുടുംബത്തോടെ താമസിക്കുന്നത്. ചേട്ടത്തിയമ്മ, മകളാമി. ഇത് ചേട്ടൻ എന്തായാലും ഓഡിയൻസിന് അറിയാം. തുടക്കത്തിൽ ആ ലൈഫിലെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ടും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത ചേട്ടനാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. രണ്ട് ചേട്ടൻ. ഇതാണ് ആൾ കേട്ടോ. അതെ, ഇത് സന്ധ്യയുടെ മാമനാണ്, എൻ്റെയും മാമനാണ് രഘുണ്ടെന്നാ. ഞാൻ പക്ഷെ അണ്ണനാണ് വിളിക്കുന്നത്. അണ്ണനാണ് എന്നെ ഞാൻ പല സമയത്തും പ്രോഗ്രാമിന് രാത്രിയിലൊക്കെ പോയി 1 മണി 2 മണിക്ക് വണ്ടി എടുക്കാതെ പോകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ മെയിൻ റോഡിൽ വന്നിട്ട് വിളിക്കും. നേരത്തെ വിളിച്ചു പറയും, നല്ല ഉറക്കത്തിൽ കിടന്ന് ജോലിക്ക് പോയിട്ട് വന്നിട്ടായാലും വണ്ടി എടുത്തുകൊണ്ട് എന്നെ വിളിക്കാൻ വരും. കടപ്പാടല്ലേ? അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്തൊരു പുതിയ തീരുമാനം എടുത്താൽ പോലും അണ്ണനോട് ഷെയർ ചെയ്തിട്ടാണ്. ഞങ്ങളൊരു കാരണവർ കൂടിയാണ്. അദ്ദേഹത്തിന് അച്ഛൻ പോയതിനു ശേഷം എല്ലാ കാര്യങ്ങൾക്കും. അതെ, ചേട്ടൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു. എൻ്റെ പേര് അജയകുമാർ. ഞാൻ ഈ പിന്നെ റൂഫിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അഭിലാഷ് ചേട്ടൻ്റെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളൊക്കെ വർക്ക് സൈറ്റിൽ സംസാരിക്കാറുണ്ടോ? അങ്ങനെ അവനുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാറുണ്ട്. ചേട്ടൻ്റെ കലാപരമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കലാകാരൻ പാടുമായിരുന്നു, ഭാഗവത പാരായണം ചെയ്യുമായിരുന്നു. അതേപോലെ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യും. ശരിക്കും പാട്ടൊക്കെ ആദ്യം ഇദ്ദേഹമായിരുന്നു തുടക്കം. ചേട്ടാ, എൻ്റെ പേര് രഘുനാഥ്. പിടിച്ചോട്ടെ. ഞാൻ ഓരോ ഹോസ്പിറ്റലുകളിലൊക്കെ വർക്കിന് പോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒക്കെ വർക്കാണ്. മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ചെറിയ പുള്ളിയല്ല, എളിമ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇപ്പോഴത്തെ ഒരു വലിയ ബലം. കാര്യം എനിക്ക് ഏത് സമയം ഞാൻ ഈ ഒരു സ്റ്റേജ് പരിപാടിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ രാത്രി വിളിച്ചിട്ടായിരിക്കും നാളെ ഷൂട്ടിന് വരണമെന്ന് പറഞ്ഞു. ഏത് സമയത്ത് ഇറങ്ങി പോകാൻ ധൈര്യമായിട്ട്. കാര്യം ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളാണ്. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭാവത്തിൽ നമുക്ക് വീട്ടിലുള്ളവർക്കൊരു സപ്പോർട്ട് തന്നെയാണ്. അപ്പം നമ്മൾ അഭിലാഷ് ചേട്ടൻ്റെ നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും എല്ലാം നമ്മൾ വിശാലമായി പറഞ്ഞു അല്ലേ ഏട്ടാ? അപ്പം കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഒരുപാട് സന്തോഷത്തിന്റെ വിശേഷങ്ങളാണ്. ഇപ്പോൾ ഒരു പുതിയ വാഹനം കൂടെ എടുക്കാനുള്ള ആലോചനയും തീരുമാനമുണ്ട്. ബാങ്കുകാരുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യം കൊറോണ സമയത്ത് എല്ലാവരെക്കാട്ടിലും ഗംഭീരമായിട്ട് എൻ്റെ സിബിൽ പൊട്ടി. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു വാഹനം എടുക്കും. തീർച്ചയായും അതിനുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടാവും. 2023 പോലെ 24 പോലെ 25 അതും ഒരു മധുരമായിട്ട് ഉണ്ടാവും അല്ലേ? തീർച്ചയായും ഉറപ്പായിട്ടുണ്ടാവും. കാരണം ചേച്ചിയുടെ കോൺഫിഡൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. അപ്പം എന്നാൽ എന്നോട് പറയട്ടെ, വിശാലമായ അഭിലാഷ് കൊട്ടാരക്കരൊപ്പമുള്ള വിശാലമായ എപ്പിസോഡ് അതിൻ്റെ ഒരു പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് നമ്മൾ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്നെ ഇവിടെ ഒരു എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരും, അതിലുപരി ഇപ്പം എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അലിയൻസ് ടീം, കൗമുദി TV അലിയൻസിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രേക്ഷകർ,
പിന്നെ 2 കൈ നീട്ടി സ്വീകരിച്ചവരെ എല്ലാവരോടും ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. അപ്പം എന്നാൽ എന്നോട് പറ, ഇന്ന് തൽക്കാലത്തേക്ക് നിങ്ങളടുത്ത് വിട പറയുകയാണ്. മറ്റൊരു വിശിഷ്ടാതിഥിയുമായി നമ്മൾ വീണ്ടും ഉറപ്പായും കണ്ടുമുട്ടും. ഞാൻ തന്നെ വരുള്ളൂ, വേറെ ആരും വരില്ല. അതുവരേക്കും ബൈ.